ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. മെയ് ദിനം. മെയ് 1-ാം തീയതി കുറേ വർഷങ്ങളായിട്ട് അവധി ദിവസമാക്കിയിരിക്കുന്നു. തൊഴിലാളി ദിനമെന്ന് അതിന് പേരിട്ടിരിക്കുന്നു. പൊതുവെ എല്ലാവരും സന്തോഷത്തോടുകൂടെ ആ ദിവസത്തെ സ്വീകരിക്കുന്നു. തൊഴിലാളികൾക്ക് പരിഗണന ലഭിച്ചു തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ എത്ര കൊല്ലമായി? ഒരു 50 കൊല്ലം മുമ്പ് തൊഴിലാളികൾ പണിയെടുത്തിട്ട് കൂലി ചോദിക്കാൻ പേടിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ചില വൻകിട മുതലാളിമാരുണ്ട്. അവരുടെ വീട്ടിൽ ഒരാഴ്ച തിങ്കൾ മുതൽ ശനി വരെ പണിതിട്ട് ഞായറാഴ്ച വെളുപ്പിനെ വന്ന് കൂലിക്ക് നിൽക്കും. ആ നിപ്പം അവിടെ നിൽക്കും. മുതലാളിക്ക് സൗകര്യമുള്ളപ്പോഴാണ് പൈസ കൊടുക്കുന്നത്. ചിലപ്പോൾ കൊടുക്കാതെയും ഇരിക്കും. അത് കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ തൊഴിലാളിയെ അടിച്ചാൽ കുഴപ്പമില്ല, തൊഴിലാളിയെ കൊന്നാലും കുഴപ്പമില്ല. തൊഴിലാളി എന്ന് പറയുന്നവൻ ഒരു അടിമയായിരുന്നു. വിപ്ലവകാരികളും നവീകരണ വീരന്മാരും വിമോചന പ്രസ്ഥാനങ്ങൾക്ക് മുൻപിൽ നിന്ന് പ്രവർത്തിച്ചവരുമായ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരുമായ ആളുകളുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി തൊഴിലാളി വർഗത്തിനൊരു വിലയും നിലയും ഉണ്ടായി. ഞങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് തന്നെ ഇപ്പോൾ ഒരു ഗമയായി മാറി. പക്ഷേ അതിനകത്തും ചൂഷണവും അഴിമതിയും അനീതിയും സ്വജനപക്ഷപാതവും അതികഠിനമാവണ്ണം വ്യാപിച്ചിരിക്കുന്നു. അത് ഒരു വശത്ത് കിടക്കുമ്പോൾ തന്നെ ഒരു നന്മ ഇതിനകത്തുള്ളത് പറയാതെ പറ്റുകയില്ല. തൊഴിൽ ചെയ്യുന്നവന് അവൻ്റെ കൂലി അവകാശപ്പെട്ടതാണ്. അതേത് തൊഴിലാണ്, അവനെ അപമാനിക്കാൻ പാടില്ല. ഇക്കാര്യം ബൈബിൾ വളരെ മുന്നമേ പറഞ്ഞിരുന്നു എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം: നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വച്ചുവല്ലോ. ഇന്നേക്ക് 2000 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് യാക്കോബിൽ കൂടെ ചോദിക്കുകയാണ്, ഇസ്രയേൽക്കാരായ പരമഭക്തന്മാരായ ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന ആളുകളാണെന്നും ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്നും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ നിലം കൊയ്ത ആളുകളുടെ കൂലി നിങ്ങൾ കൊടുത്തിട്ടില്ല. ആ കൊയ്ത് കൊണ്ടുവന്ന സാധനം നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ്, വിറ്റുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കി ആർഭാട ജീവിതം നയിക്കുമ്പോഴും ആ പാവപ്പെട്ടവൻ്റെ കൂലി കൊടുത്തിട്ടില്ല. ദൈവം തൊഴിലാളിയുടെ സൈഡാണെന്ന് മനസ്സിലായോ? എല്ലാവരും ഭൂമിയിലുണ്ട്. അതൊരു ബാലൻസിങ് സിസ്റ്റമാണത്. എല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷെ ദൈവം ഒരിക്കലും മുതലാളിയുടെ ദൈവമല്ല. ബൈബിൾ നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ ദൈവം സാധാരണക്കാരുടെ പക്ഷത്താണ്. വിശേഷാൽ സാധുക്കളുടെയും വിധവമാരുടെയും ദരിദ്രരുടെയും പക്ഷത്താണ്. ബൈബിൾ അങ്ങനെയാണ്. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ വാക്യം വായിച്ചിട്ട്? യാക്കോബ് 5:4. അന്ന് ഇന്നൊക്കെ കുറെ കാലമായിട്ട് കൊയ്ത്തിന് കൂലിയല്ല, പതമ്പാണ്. അതായത് കൊയ്യുന്നതിൽ നിന്നൊരു വീതമാണ്. എന്നാൽ അന്ന് കൂലിയാണ്. കൊയ്തു കൊണ്ടുവന്ന ഗോതമ്പ് മുതലാളി മേടിച്ച് കിൻറ്റല് കണക്കിന് വിറ്റ് പൈസ മേടിച്ചു. പക്ഷെ കൊയ്തവൻ്റെ കൂലി ഒരു 100 രൂപ. അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ പാവപ്പെട്ടവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് വലിയ ആളുകൾക്ക് യാതൊരു ചിന്തയുമില്ല. അവനിങ്ങനെ
കഷ്ടപ്പെടാൻ ജനിച്ചവൻ, മൃഗത്തെ പോലെ അല്ലേ? വണ്ടി വലിക്കുന്ന കാളയോടുള്ള കരുണ പോലും തൊഴിലാളിയോടില്ലാതിരുന്ന കാലമുണ്ടായിരുന്നു. അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ടായിരുന്നു. അവിടെയാണ് കാറൽ മാർക്സിനെ പോലെയുള്ള ആളുകൾ ശബ്ദമുയർത്തിയതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നതുമൊക്കെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച കാര്യമാണ്. ഇന്നത്തെ സ്ഥിതി മാറ്റമുണ്ട്, അത് രാഷ്ട്രീയക്കാർ പറയട്ടെ. എന്നാൽ ബൈബിളിൻ്റെ സന്ദേശം കേട്ടുകൊള്ളുക. നിങ്ങളുടെ നിലങ്ങളെ കൊയ്തവരുടെ കൂലി നിങ്ങൾ തടഞ്ഞു വെച്ചതിനാൽ, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരുന്നതിനാൽ, അവരുടെ നിലവിളി എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ അകത്തെ ആദി ആ വേദന ദൈവത്തിൻ്റെ ചെവിയിലെത്തിയെന്ന് എങ്ങനെ വിവരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കഴിവില്ല. അതായത് ഒരു ദിവസം 10,000 രൂപ ചെലവാക്കുന്ന മനുഷ്യന് ഒരു ദിവസം 100 രൂപയ്ക്ക് വകയില്ലാത്തവൻ്റെ വേദന മനസ്സിലാവുമോ? ഒരു ദിവസം 10,000-ൻ്റെ കെട്ടും പോക്കറ്റിലിട്ടുകൊണ്ട് കുടുംബമായിട്ട് സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് 100 രൂപയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ്റെ വേദന മനസ്സിലാവുമോ? ബഹുസമ്പന്നരായ ഒരാളുടെ വീട്ടിൽ ഒരു പാവപ്പെട്ട മീൻകാരി മീനും ചുമന്നുകൊണ്ട് വരും. 1/2 മണിക്കൂർ അവരെ അവിടെ നിർത്തി ബാർഗെയിൻ ചെയ്യും 5 രൂപ കുറയ്ക്കാൻ വേണ്ടി. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേ മീൻകാരി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ, ഞങ്ങൾ അതിന് പാവപ്പെട്ടവരല്ലേ, നമ്മളൊക്കെ വെറും സാധാരണ ജീവിതമല്ലേ നയിക്കുന്നത്, അവർ പറയുന്ന പൈസ കൊടുക്കും. കാരണം എന്നാണെന്നറിയോ? ഈ മീൻ മാർക്കറ്റിൽ പോയി മേടിക്കുന്നതിനേക്കാൾ 5 രൂപ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. കാരണം അവർ ഇത് ചുമക്കുക, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അരി മേടിക്കാനാണ്. പക്ഷെ എന്തോ നമുക്കൊരു അങ്ങനെ വരുന്നവരെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് കൊല്ലും. ചന്തയിൽ ചെല്ലുമ്പോൾ പറയുന്ന കാശ് കൊടുക്കുകയും ചെയ്യും. ബൈബിൾ ഇതിനൊക്കെ എതിരാട്ടോ. നിങ്ങളുടെ നിലങ്ങളെ കൊയ്തവരുടെ ആ വിഷമം. 7 ദിവസമായിട്ട് ആ കൂലി കിട്ടിയിട്ടില്ല. അവൻ്റെ കൊച്ചിന് മരുന്ന് മേടിക്കണം, ഇളയ കൊച്ചിന് പാല് മേടിക്കണം. പക്ഷെ ഇവിടെ ഇപ്പോഴത്തെ AC പോരാഞ്ഞിട്ട് പുതിയ AC മേടിക്കാൻ പോവുക മുതലാളി. ഇപ്പം നീ പോയിട്ട് വാ, ഞാനിപ്പോൾ ഒരു സാധനം മേടിക്കാൻ പോവാ. കേട്ടിട്ടുണ്ടോ? ഇവൻ്റെ ആ മനസ്സിൻ്റെ സങ്കടം സ്വർഗത്തിലെത്തിയെന്ന് ദൈവം പറയുന്നത്. അതുകൊണ്ട് ഈ മെയ് ദിനത്തിൽ തൊഴിലാളികളുടെ ദൈവമായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ എനിക്ക് സന്തോഷമുണ്ട്. ഗാഡ് ബ്ലസ് യു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.